ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിലെ ഒരു പുരാതന ഹിന്ദു ക്ഷേത്രമാണ് സമയപുരം അരുൾമികു ശ്രീ മാരിയമ്മൻ ക്ഷേത്രം. ആദിപരാശക്തിയുടെയും മാരിയമ്മയുടെയും ഒരു രൂപമായ സമയപുരം മാരിയമ്മൻ പരമ്പരാഗത ശിലാവിഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഔഷധ സസ്യങ്ങളുടെ സത്തുപയോഗിച്ച് മണലും കളിമണ്ണും കൊണ്ട് നിർമ്മിച്ചതാണ്. ഇത് ഏറ്റവും ശക്തമായ ദേവതയായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ മറ്റു പല ഹിന്ദു ദേവതകളിൽ നിന്നും വ്യത്യസ്തമായി പ്രധാന ദേവതയ്ക്ക് അഭിഷേകം നടത്തുന്നില്ല. പകരം അതിന് മുന്നിലുള്ള ചെറിയ കൽപ്രതിമയിലാണ് അഭിഷേകം നടത്തുന്നത്. ഭക്തർ മാവിലക്ക് എന്ന പേരിൽ ശർക്കര, അരിപ്പൊടി, നെയ്യ് എന്നിവ ചേർത്തുണ്ടാക്കുന്ന മധുരപലഹാരം സമർപ്പിക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ ഭക്തർ ദേവിക്ക് ഉപ്പും വേപ്പിലയും നിവേദ്യമായി സമർപ്പിക്കുന്നു. മാരിയമ്മൻ്റെ പുണ്യദിവസങ്ങളായ ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തരെ ക്ഷേത്രം ആകർഷിക്കുന്നു. തമിഴ്നാട്ടിൽ പഴനി കഴിഞ്ഞാൽ ഏറ്റവും സമ്പന്നമായ രണ്ടാമത്തെ ക്ഷേത്രമാണ് സമയപുരം. ക്ഷേത്രത്തിൻ്റെ ചരിത്രം വ്യക്തമല്ല. 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വിജയരാജ ചക്രവർത്തി രണ്ടാമൻ രാജാവാണ് ഇന്നത്തെ ക്ഷേത്രരൂപം നിർമ്മിച്ചത്. അതിനു മുമ്പുള്ള കാലഘട്ടത്തെക്കുറിച്ച് വളരെ കുറച്ച് ചരിത്രമേ ഉള്ളൂ. എന്നിരുന്നാലും നിലവിലെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുമ്പ് നാട്ടുകാർ നൂറ്റാണ്ടുകളായി ദേവിയെ ആരാധിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു ഐതിഹ്യം പറയുന്നത് ഇപ്പോഴത്തെ പ്രതിഷ്ഠ ശ്രീരംഗത്തെ ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലായിരുന്നു എന്നും ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതന്മാരിൽ ഒരാൾ ഈ വിഗ്രഹം രംഗനാഥർക്ക് അസുഖം ഉണ്ടാക്കുന്നു എന്നും അതിനാൽ അത് ക്ഷേത്രത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നും വിശ്വസിക്കുന്നു. അത്തരം പ്രാദേശിക ദേവതകൾക്ക് അപാരമായ ശക്തികളുണ്ടെന്നും അവ എല്ലായ്പ്പോഴും ശരിയായ വഴിപാടുകളും യാഗങ്ങളും കൊണ്ട് തൃപ്തിപ്പെടണമെന്നും അല്ലാത്തപക്ഷം അവ പകർച്ചവ്യാധികൾക്ക് കാരണമാകുമെന്നും പ്രദേശത്തിൻ്റെ ആ ഭാഗത്തെ ഒരു പൊതുവിശ്വാസമാണ്. വിഗ്രഹം ശ്രീരംഗത്തിന് പുറത്തേക്ക് മാറ്റി പിന്നീട് കണ്ണൂർ മാരിയമ്മൻ ക്ഷേത്രം എന്ന പേരിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ച ചില വഴിയാത്രക്കാർ കണ്ടെത്തി. ആ കാലഘട്ടത്തിൽ ഏകദേശം 17-ാം നൂറ്റാണ്ടിൽ തിരുച്ചിറപ്പള്ളി വിജയനഗര രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു. ആ പ്രദേശം ഒരു സൈനിക താവളമായി ഉപയോഗിച്ചിരുന്നു. യുദ്ധത്തിൽ വിജയിച്ചാൽ ക്ഷേത്രം പണിയാമെന്ന് അവർ പ്രതിജ്ഞയെടുത്തുവെന്നും വിജയം നേടിയ ശേഷം ദേവിക്ക് ഒരു ക്ഷേത്രം നിർമ്മിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു. 1991-ൽ സൗത്ത് ആർക്കോട്ട് ജില്ലയിലെ ഉളന്തൂർപേട്ടിലെ നമ്പർ 1 പഴയ പോസ്റ്റ് ഓഫീസ് സ്ട്രീറ്റിലെ എം വെങ്കടാചലപടാച്ചിയുടെയും വി വള്ളിയമ്മേലിൻ്റെയും കൊച്ചുമക്കളായ ജി ബാലമുരുകനും ജി മുരളീകുമാറും വി ഗുണശേഖരൻ്റെയും ജി കോകിലയുടെയും മക്കളായ മാരിയമ്മൻ ഊർച്ചവർ വിഗ്രഹം സംഭാവന ചെയ്തു. തായ്പൂസം സാധാരണയായി തമിഴ് മാസമായ തായ് മാസത്തിലാണ് നടക്കുന്നത്. മിക്ക തമിഴ് ക്ഷേത്രങ്ങളിലെയും പോലെ പ്രധാന ഉത്സവം വേനൽക്കാലത്തിന് മുമ്പാണ് നടക്കുന്നത്. സാധാരണയായി ഏപ്രിലിലാണ്. ക്ഷേത്ര രഥവും തടാക ഘോഷയാത്രകളും ഇതിൽ ഉൾപ്പെടുന്നു.